മക്കളെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ചെറിയൊരു സന്തോഷ വാർത്തയുണ്ട്. നിങ്ങൾക്കറിയായിരിക്കും നമ്മുടെ SSLC ലക്ഷ്യ ബാച്ചിന്റെ അഡ്മിഷൻ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല ലക്ഷ്യ ബാച്ചിൽ നമ്മൾ കുറച്ചും കൂടി അഡീഷണൽ ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ട് നമ്മളൊരു പ്ലസ് എന്ന് പറഞ്ഞൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ സ്റ്റാൻഡേർഡ് കാര്യങ്ങളും ക്ലാസ്സുകൾ, അതുപോലെ PDF ക്ലാസ് നോട്ട്സ്, വർക്ക് ഷീറ്റ്സ്, ചാപ്റ്റർ വൈസ് എക്സാം എല്ലാം ഉണ്ടാവുന്നതായിരിക്കും. അതിനോടൊപ്പം നിങ്ങൾക്ക് 9 സബ്ജക്ട്സിന്റെ, അതായത് കംപ്ലീറ്റ് SSLCയിലുള്ള സബ്ജക്ട്സിന്റെ ബുക്ക് സെറ്റ്, അതായത് നിങ്ങൾ മാർക്കറ്റിൽ പോയി വാങ്ങുകയാണെങ്കിൽ 1690 രൂപ വിലയുള്ള ഈ കംപ്ലീറ്റ് ബുക്ക് സെറ്റ്, PDF അല്ല ആക്ച്വൽ ബുക്ക് നിങ്ങളുടെ വീട്ടിലെത്തുന്നതായിരിക്കും. അതായത് നിങ്ങൾ ജീവിതത്തിൽ SSLCയിൽ നിങ്ങൾ വേറെ ഒരു ഗൈഡ് പോലും വാങ്ങേണ്ട ആവശ്യമില്ല. എല്ലാ ചാപ്റ്റേഴ്സിന്റെ കംപ്ലീറ്റ് കണ്ടന്റ് അവിടെ ഉണ്ട്. ഷോർട്ട് നോട്ട്സ് ഉണ്ട്, മൈൻഡ് മാപ്പ് ഉണ്ട്, ക്വസ്റ്റ്യൻസ് ഉണ്ട്, ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, കംപ്ലീറ്റ് സാധനം ഈ ഒരു ബുക്കിൽ എല്ലാ സബ്ജക്റ്റിലും ഉണ്ടാവുന്നതായിരിക്കും. ഈ ഒരു ഫീച്ചർ കൂടാതെ നിങ്ങളുടെ കംപ്ലീറ്റ് SSLCയിലെ ക്വസ്റ്റ്യൻ ബാങ്ക് 3000+ ക്വസ്റ്റ്യൻസ് ഉള്ള പുതിയ സിലബസ് പ്രകാരമുള്ള, പുതിയ പാറ്റേൺ പ്രകാരമുള്ള ക്വസ്റ്റ്യൻ ബാങ്ക്. അതായത് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ വേറെ ഒരു ഈവൻ യൂട്യൂബ് പോലും നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിന്റെ പുറത്തുനിന്ന് ചോദ്യങ്ങൾ നിങ്ങൾക്ക് വരാൻ പോകുന്നില്ല. ഈ ബുക്കും നമ്മുടെ ഈ ഒരു പ്ലസ് ബാച്ചിൽ ഓഫർ ചെയ്യുന്നുണ്ട്. കൂടാതെ SSLC റിവിഷൻ ബാച്ച്. SSLC എന്ന് പറഞ്ഞാൽ ക്രൂഷ്യൽ ഇയർ ആണ്. ആദ്യം പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അവസാനം നമ്മൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു, എങ്ങനെ റിവിഷൻ ചെയ്യുന്നു എന്നുള്ള കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു റിവിഷൻ ബാച്ച്, അതായത് നിങ്ങൾ സാധാരണ കഴിഞ്ഞ വർഷമൊക്കെ വാങ്ങുകയാണെങ്കിൽ 2000 റുപ്പീസ് കൊടുത്ത് വാങ്ങുന്ന ബാച്ച് നിങ്ങൾക്ക് ഈ ഒരു പ്ലസ് പ്ലാനിൽ ഫ്രീ ആക്കിയിട്ടുണ്ട്. അതായത് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു പ്ലസ് ബാച്ചിൽ കിട്ടാൻ പോകുന്നത്. ഒബ്വിയസ്ലി ഫീസ് ആക്ച്വലി കൂടുതലാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഓഫർ ഫീസിലാക്കിയിട്ടുണ്ട്. ഈ ഓഫർ ഫീസ് ആക്ച്വലി മാർച്ച് 20th വരെ നമ്മൾ പറഞ്ഞത്. പക്ഷെ കുറേ കുട്ടികൾക്ക് എക്സാമിന് ഇടയിലായതുകൊണ്ട് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ കുറേ കരച്ചിൽ മെസ്സേജുകളും ഒക്കെ നമ്മുടെ അഡ്മിഷൻ ടീമിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഈ ഒരു ബാച്ചിൻ്റെ ഓഫർ 25th വരെ ആക്കിയിട്ടുണ്ട്. ഇനി വളരെ ഓണസ്റ്റ്ലി കാര്യം പറയുകയാണ് മക്കളെ, ഈ ഓഫർ എല്ലാവർക്കും നമുക്ക് കൊടുക്കൽ പോസിബിൾ അല്ല. നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. ഈ ബുക്കും കാര്യങ്ങൾക്കൊക്കെ എന്താണ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ ഹ്യൂജ് കോസ്റ്റ് ഉള്ള കാര്യമാണ്. നല്ല ക്വാളിറ്റി സാധനം വേണ്ടി വരും. ആപ്പിന്റെ കാര്യങ്ങളാണെങ്കിലും സെർവറും കാര്യങ്ങളൊക്കെ വേറെ തന്നെ കോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി എല്ലാവർക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു ഫീസിൽ കൊടുത്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പൊ മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1000 സ്റ്റുഡൻസിനൊക്കെ മാക്സിമം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഓഫർ ഫീസിലൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് സീരിയസ്ലി എക്സാമിനറിന്റെ കൂടെ പഠിക്കണമെങ്കിൽ, നിങ്ങൾക്ക് തോന്നുകയാണ് എക്സാമിനറിന്റെ ടീച്ചേഴ്സിന്റെ ക്വാളിറ്റി കൊള്ളാം, അവർ പഠിപ്പിച്ചാൽ എനിക്ക് മനസ്സിലാവും, അവർ പഠിപ്പിച്ചാൽ എനിക്ക് മാർക്ക് കിട്ടും, അതൊക്കെ 9ാം ക്ലാസ്സിന്റെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്തോ. ഓക്കെ, ഞാൻ കൂടുതലൊന്നും പറയില്ല, അതൊക്കെ നിങ്ങളുടെ ജഡ്ജ്മെന്റ് ആണ് കേട്ടോ. എക്സാമിനർ ടീച്ചേഴ്സിന്റെ ഒരു വൈബും നിങ്ങൾക്ക് മാച്ച് ആവുന്നുണ്ടെങ്കിൽ ഒന്നും ആലോചിക്കാനില്ല. എല്ലാ കാര്യങ്ങളും, ക്ലാസ്സുകളോ PDF മാത്രമല്ല, ബുക്കും റിവിഷൻ ബാച്ചും എക്സ്ട്രാ ക്വസ്റ്റ്യൻ ബാങ്കും എല്ലാം കൂടെ കേരളത്തിൽ കിട്ടുന്ന ഒരേ ഒരു ബാച്ചേ ഉള്ളൂ. അത് നമ്മുടെ SSLC ലക്ഷ്യ ബാച്ചാണ്. അത് ഇപ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഓഫർ ഫീസും കൂടെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്, ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ എന്തായാലും SSLC ആ ഫുൾ A+ലേക്കുള്ള ജേർണിയിൽ ഞങ്ങൾ ഉണ്ടാവും, ഞാനും ഉണ്ടാവുന്നതായിരിക്കും. ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് അലൻ സാറും നമ്മുടെ ഹോൾ എക്സാമിനർ ടീമിന്റെ കൂടെ നിങ്ങൾക്ക് പഠിച്ച് ആ ഫുൾ A+ ആ ഡ്രീമിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം മുതൽ തന്നെ പഠിച്ച് തുടങ്ങാം. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു ടെൻഷനും ഇല്ലാണ്ട്, ഒരു സ്ട്രെസ്സും ഇല്ലാണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് 10ാം ക്ലാസ്സിൽ ആ ഫുൾ A+ എന്ന ആ ഒരു ഡ്രീം നമുക്ക് എന്ത് ചെയ്യാം, നേടിയെടുക്കാം. കൂടുതൽ കാര്യങ്ങൾ ബാച്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. എന്തായിരിക്കും ക്ലാസ്, എങ്ങനെയായിരിക്കും ക്ലാസ്, എങ്ങനെയാണ് പഠിക്കുക എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ബാച്ച് ലോഞ്ചിൽ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ എക്സാം കഴിഞ്ഞ് റൈറ്റ് ആഫ്റ്റർ ദാറ്റ് നമ്മൾ ബാച്ച് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ക്ലാസ്സുകൾ കുറച്ചും കൂടി കഴിഞ്ഞിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഓവർ ഡിലേ വരാൻ പോകുന്നില്ല. എനിവേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറയാം. നിങ്ങളിപ്പോൾ എൻഷുർ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എക്സാമിനറിലൂടെ നെക്സ്റ്റ് ഇയർ പഠിക്കണമെങ്കിൽ, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഉപയോഗിച്ച് പഠിക്കണമെങ്കിൽ, എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ച് പഠിക്കണമെങ്കിൽ, ആ A+ ഒരു കാരണവശാലും മിസ് ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിലാണെങ്കിൽ, അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അഡ്മിഷൻ എടുക്കുന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ലോഞ്ച് ഡേറ്റിൽ സംസാരിക്കാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഇനിയുള്ള എക്സാംസിന് ബൈ ആൻഡ് ടേക്ക് കെയർ.